കെ കരുണാകരന്റെ മകളും KPCC ജനറൽ സെക്രട്ടറിയുമായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക്. വൈകിട്ട് BJP ആസ്ഥാനത്ത് പത്മജ അംഗത്വം സ്വീകരിക്കും. കോൺഗ്രസിൽ നേരിട്ട് അവഗണനയിൽ മനമെടുത്താണ് പാർട്ടി വിടുന്നതെന്നാണ് പത്മജയുടെ വിശദീകരണം. പത്മജയുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു. KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പത്മജയുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം പത്മജ വേണുഗോപാലിനെ കൊണ്ട് BJPക്ക് കാൽ കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു. കോൺഗ്രസ് അവഗണിച്ചെന്ന പത്മജയുടെ വാദം ശരിയല്ല. ഉറച്ച മണ്ഡലങ്ങൾ നൽകിയിട്ടും പത്മജ പരാജയപ്പെട്ടു. പത്മജയോട് കെ കരുണാകരന്റെ ആത്മാവ് പൊറുക്കില്ലെന്നും പത്മജയുമായി ഇനി തനിക്ക് ബന്ധമില്ലെന്നും കെ മുരളീധരൻ ആഞ്ഞടിച്ചു. കെ കരുണാകരൻ ഒരു കാലത്തും വർഗീയതയോട് സന്ധി ചെയ്യാത്ത ആളാണ്. അങ്ങനെയുള്ള കെ കരുണാകരൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെ BJPക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മതേതര വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. പത്മജ എടുത്തുകൊണ്ട് കാൽ കാശിൻ്റെ ഗുണം BJPക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. എല്ലായിടത്തും BJPയെ ഞങ്ങൾ 3-ാം സ്ഥാനത്തേക്ക് തള്ളും, യാതൊരു സംശയവുമില്ല. ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, വിളിക്കാനൊക്കെ ധാരാളം ആളുണ്ട്, പക്ഷേ നമുക്ക് ഈ പാർട്ടി വിട്ടു പോകാൻ കഴിയില്ലല്ലോ. അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ ഇത്രയും കടുത്ത തീരുമാനത്തിലേക്ക് പോയി? ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഒരു തരത്തിലുള്ള ബന്ധം. ഡൽഹിയിൽ നിന്ന് നിതിൻ അബുജനും കൊച്ചിയിൽ നിന്നായി S. ശ്രീകാന്തും ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അബുജനിലേക്കാണ്. നിതിൻ, എപ്പോഴാണ് ഔദ്യോഗിക അംഗത്വ സ്വീകരണം? ഗോകുൽ, BJP ദേശീയ ആസ്ഥാനത്ത് ഇപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. BJP ദേശീയ ആസ്ഥാനത്ത് വൈകിട്ട് 6:30-ക്കാണ് പത്മജ വേണുഗോപാൽ എന്തായാലും ഇപ്പോൾ പാർട്ടിയിലേക്ക് ചേരുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. കാരണം BJP ദേശീയ ആസ്ഥാനത്തും ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട നേതാവ് BJPയിലേക്ക് 6:30-ക്ക് ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പത്മജ വേണുഗോപാൽ തന്നെയാണ് BJP ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി BJPയിലേക്ക് ചേരുമെന്ന ഒരു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വൈകിട്ട് 5 മണിക്ക് തന്നെ BJP അംഗത്വം സ്വീകരിക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. പക്ഷേ ഇപ്പോൾ അത് 6:30-ക്കാണ് ഇപ്പോൾ BJP ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാൽ ഔദ്യോഗികമായി തന്നെ BJPയുടെ ഭാഗമാവുക. JP നദ്ദയായിരിക്കും BJPയിലേക്ക് അംഗത്വം നൽകുക. നേരത്തെ 11 മണിക്കായിരുന്നു നിശ്ചയിച്ചെങ്കിലും പിന്നീട് JP നദ്ദ പല പരിപാടികൾക്കായി ഡൽഹിക്ക് പുറത്തായിരുന്നു. വൈകിട്ട് 5 മണിയോട് തന്നെ ഡൽഹിയിലെത്തുന്ന JP നദ്ദ 6:30-ക്ക് BJP ആസ്ഥാനത്ത് വെച്ച് പത്മജ വേണുഗോപാലിന് അംഗത്വം നൽകും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ പത്മജ വേണുഗോപാൽ BJP നേതൃത്വവുമായി ചർച്ച നടത്തി. ഇന്നലെ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ BJPയിലേക്ക് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഈ ചർച്ച തിരിച്ചടി. ആ ഒരു സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പത്മജ വേണുഗോപാലിനെ BJP പരിഗണിക്കും എന്നതും ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ ചാലക്കുടി സീറ്റോ അല്ലെങ്കിൽ എറണാകുളം സീറ്റോ പരിഗണിച്ചേക്കാം. അതുമല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യസഭയിലേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലൊരു പദവി പത്മജ വേണുഗോപാൽ നൽകുമോ? ഏതായാലും 6:30-ക്ക് പത്മജ വേണുഗോപാൽ BJP അംഗത്വം സ്വീകരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. BJP ആസ്ഥാനത്ത് അതിനുള്ള സന്ദേശം ലഭിച്ചിരിക്കുന്നു. JP നദ്ദയിൽ നിന്നായിരിക്കും അംഗത്വം സ്വീകരിക്കുക. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നത് മുതൽ ഇതുവരെയും പത്മജ വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടില്ല. ചില ശബ്ദ സന്ദേശങ്ങൾ, ടെലിഫോൺ പ്രതികരണം മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഏതായാലും എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിലുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. S. ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, BJP സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഒരു അറിവോ നിർദ്ദേശമോ സന്ദേശമോ ഒന്നുമില്ലാതെ ദേശീയ നേതൃത്വം നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷൻ എന്നാണ് അറിയുന്നത്. ഏതായാലും സംസ്ഥാനത്ത് വലിയ കോളിളക്കം, തെരഞ്ഞെടുപ്പ് കാലത്ത് സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തീരുമാനം, ഒരു പാർട്ടിയിലേക്കുള്ള ഒരു അംഗത്വമായിരിക്കില്ലേ പത്മജ വേണുഗോപാലിൻ്റെ? ഒപ്പം പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ഈ പത്മജ വേണുഗോപാലിൻ്റെ BJPയിലേക്കുള്ള കടന്നുവരവ് സ്വാധീനിക്കില്ലേ? ഗോകുൽ, പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള കടന്നുവരവ് സംസ്ഥാന BJP നേതൃത്വത്തിന് കൂടി വലിയ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം കോൺഗ്രസിനെ തിരിച്ചടി എന്ന് പറയും പോലെ തന്നെ BJP സംസ്ഥാന ഘടകത്തിനും അത് തിരിച്ചടിയാണ്. കാരണം അവരറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു നീക്കം നടന്നത്. ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ ഇന്ന് അംഗത്വം എടുക്കും എന്നേറെക്കുറെ ഉറപ്പിച്ച ആ ഘട്ടത്തിലാണ് അവരുടെ ഒരു ഇൻവോൾവ്മെന്റ്, ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. അതായത് സംസ്ഥാന BJP ഘടകത്തെ വിശ്വാസത്തിലെടുക്കാതെ ദേശീയ നേതൃത്വം നേരിട്ട് നടത്തിയ ഓപ്പറേഷനായിരുന്നു ഇത് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കൂടി ചില ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ സ്ഥിരീകരിക്കേണ്ടത് BJPയുടെ ഔദ്യോഗിക നേതൃത്വം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു തന്നെ പറയാം, ഇതിൽ BJP സംസ്ഥാന നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല.
കെ സുരേന്ദ്രൻ നേരത്തെ ചില വാർത്തകൾ വന്നിരുന്നു. കെ സുരേന്ദ്രൻ ഇവരുമായി കൂടിക്കാഴ്ച, പത്മജ വേണുഗോപാലുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു 2 ആഴ്ച മുമ്പ് എന്നൊക്കെ. പക്ഷെ അതെല്ലാം തന്നെ ഒരു തരത്തിലും വാസ്തവമായി ചേർന്ന് നിൽക്കുന്നതല്ല. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം നേരിട്ട് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ BJP പാളയത്തിലേക്ക് എത്തുന്നത്. അതിനാൽ തന്നെ സംസ്ഥാന ഘടകത്തിന് അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനും സാധിക്കില്ല. ഇനി പത്മജ വേണുഗോപാൽ കടന്നു വരുന്നത് കൊണ്ട് BJPക്ക് ഏതെങ്കിലും മണ്ഡലത്തിൽ ഗുണമുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അത് കൂടിപ്പോയാൽ അത് തൃശ്ശൂരിൽ ചില മേഖലകളിലൊക്കെ പ്രതിഫലിക്കും എന്നതിനപ്പുറം അത് കാര്യമായ ചലനമുണ്ടാക്കും എന്ന് BJP പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അതൊരു വലിയ രാഷ്ട്രീയ സന്ദേശം എന്ന നിലയിലാണ് BJP മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് വന്നു, അനിൽ ആന്റണി. തൊട്ടു പിന്നാലെ കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്തനായ K കരുണാകരന്റെ മകൾ കൂടി BJPയിലേക്ക് എത്തുന്നു. തൊട്ടുകൂടായ്മ എന്നൊരു പ്രശ്നം BJP കേരളത്തിൽ ഇപ്പോഴും നേരിടുന്നുണ്ട് എന്നുള്ളതൊരു സത്യസന്ധമായ കാര്യമാണ്. ഒരുപാട് പേർ കടന്നു വരുന്നുണ്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നടക്കം ആളുകൾ വരുന്നുണ്ടെങ്കിൽ പോലും കുറച്ചധികം ജനപ്രീതിയുള്ള ആളുകളാൽ സ്വീകരിക്കപ്പെട്ട പ്രബലരായ ആരും വരുന്നില്ല എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. അതിന് വെക്കുന്ന ഒരു പ്രതിരോധം എന്ന രീതിയിൽ പത്മജ വേണുഗോപാലിന്റെ വരവിനെ കാണാം. ആ തൊട്ടുകൂടായ്മ എന്നുള്ള കാര്യം ഒഴിവാക്കി കിട്ടാനും സാധിക്കും എന്ന് BJP കണക്കുകൂട്ടുന്നു. ആ രീതിയിൽ അതിനെ കാണാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ചില മേഖലകളിലൊക്കെ തന്നെ ഗുണം ചെയ്തേക്കും ഈ വരവ് എന്നും നമുക്ക് കരുതാം. തീർച്ചയായും വലിയ അണികളുടെ പിന്തുണയുള്ള ഒരു നേതാവ് എന്ന നിലയ്ക്കൊന്നുമല്ല പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള പോക്ക്. ഒപ്പം കോൺഗ്രസിന് മതേതരത്വ ക്രെഡൻഷ്യലിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ BJPയിലേക്ക് ആരും എപ്പോഴും പോകാം എന്ന CPMന്റെ ആരോപണം അവർ കൂടുതൽ ശക്തമായി ഉന്നയിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും അത് സ്വാധീനിച്ചേക്കാം. ഏതായാലും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് നീക്കമായി പത്മജ വേണുഗോപാലിനെ BJPയിലെത്തിക്കുന്ന ഈ നീക്കത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെടുകയാണ്. ശ്രീകാന്തും നിതിൻ അംബുജനുമാണ് വിവരങ്ങൾ നൽകിയത്.